ഗൈസ് നമ്മൾ നമ്മുടെ സ്ഥിരം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ട്രിപ്പ് പോകാനുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളിപ്പോൾ. വേഗം പോട്ടെ കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ കട അടയ്ക്കണ സമയം നോക്കിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ് അല്ലേ അമ്മു? അപ്പോൾ ഇനി പോയി നമുക്ക് കടയിൽ ഇതെന്താ എൻ്റെ കണ്ണിൽ ഇച്ചിരി കൺവശി പടർന്നു പോയതാണ്. ഓക്കെ, അപ്പം നമുക്കിനി കടയിൽ പോയിട്ട് കാണാം. നേരത്തെ നമ്മൾ ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞാൽ അടുത്ത് അവിടെ പോയി തിരിച്ചു വന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്ക് ലേറ്റായി. അതാണ് ലേറ്റ് ആവാനുള്ള കാരണം. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ഇറങ്ങാൻ പോവുകയാണ് ഇവിടുന്ന്. എന്നിട്ട് ഡ്രസ്സ് പോലും മാറാനുള്ള സമയം പോലും കിട്ടിയില്ല. ഡ്രസ്സ് മാറേണ്ട ആവശ്യമില്ല. ഡ്രസ്സ് നല്ല ഡ്രസ്സാണ്, അത് മാറേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് കടയിൽ പോയിട്ട് കാണാം. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ സ്വന്തം സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. മെയിനായിട്ട് പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു കംഫർട്ടബിൾ പാൻറ് ഉണ്ടായില്ല. അപ്പോൾ അത് നോക്കാനാണ് നമ്മൾ ചെന്നത്. പിന്നെ നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, കടയിൽ പോയാൽ നമുക്ക് ആവശ്യമുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാം അവിടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ നടക്കുന്നതാണ് ഈ കാണുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ ജാക്കറ്റ് സത്യം പറഞ്ഞ് ഞങ്ങൾ മേടിക്കാൻ ഒരു പ്ലാനും ഇല്ല. പക്ഷേ എന്നാൽ പോലും ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുക. അപ്പോഴാണ് അമ്മു പറഞ്ഞത്, അമ്മ കടയടയ്ക്കാറായെന്ന് തോന്നുന്നു, അമ്മയുടെ പാൻറ്റ് നോക്കിയില്ലല്ലോ എന്ന്. പിന്നെ വേഗം ബോധം വന്ന് ഞാൻ പോയി പാൻറ്റൊക്കെ നോക്കി കുറച്ച് ട്രൈ ഔട്ട് ചെയ്തൊക്കെ നോക്കിയെങ്കിലും എനിക്കൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പാൻറ്റ് സ്കിപ്പാക്കി, വാങ്ങിയില്ല, വേറെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മേടിക്കാനുണ്ടായിരുന്നത് അമ്മുവിനൊരു ചെരുപ്പായിരുന്നു. അപ്പോൾ കുറച്ചധികം കഷ്ടപ്പെട്ടു ചെരുപ്പ് കണ്ടുപിടിക്കാൻ. കാരണം എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് പറ്റിയ കൈൻഡ് ഓഫ് ചെരുപ്പുകൾ അവിടെ കുറവാണ്. കൂടുതലും വലിയ ആൾക്കാർക്ക് പറ്റിയതാണല്ലോ ഉള്ളത്. പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ചു. അമ്മൂസിനോട് അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എനിക്കത് അവൾ ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. പിന്നെ ഒരു വിധത്തിൽ ഞാൻ അവളെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് ലാസ്റ്റ് ആ ചെരുപ്പ് അങ്ങ് എടുത്തു. അതെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ നേരം അവിടെ നിന്ന് അനാവശ്യമായിട്ടൊന്നും പരതേണ്ടി വന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സെക്യൂരിറ്റി പറയാൻ എങ്ങനെ അകത്ത് വന്ന് എല്ലാവരോടും പറയാൻ തുടങ്ങി, കട ക്ലോസ് ചെയ്യാറായി കേട്ടോ, ബില്ല് ചെയ്തോളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ ബില്ലിംഗ് കൗണ്ടറിലേക്ക് വന്നു. പിന്നെ ഈ ബില്ലിംഗ് കൗണ്ടറിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ ക്യൂവിൻ്റെ അവിടെ കടക്കാരുടെ ഒരു ടാക്ടിക്സ് ഉണ്ടല്ലോ, ഇതുപോലത്തെ കുട്ടി ആക്രി കൂക്കരി സാധനങ്ങൾ വെച്ചേക്കും. അപ്പം നമ്മുടെ കൈ അറിയാണ്ട് അതിലേക്ക് പോവും. പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ അതിൽ നിന്ന് മേടിക്കും. അങ്ങനെ അമ്മൂസിനെ വഴക്കം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഓൾറെഡി നമ്മൾ പെർഫ്യൂംസ് വാങ്ങിയതാണല്ലോ, അവൾക്ക് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോക്സുകൾ കണ്ടപ്പം ആ പെർഫ്യൂം വേണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് അതിനും പറഞ്ഞ് വാശിയായിരുന്നു. ഇന്ന് എന്താണെന്നറിയില്ല, മൊത്തത്തിൽ അമ്മൂസിനൊരു വാശിയായിരുന്നു. ട്രിപ്പ് പോകുന്ന എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണോ എന്താണെന്നറിയില്ല, കണ്ണി കണ്ടതൊക്കെ വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അവളെ ഞാൻ ഈ ഒരു റബ്ബർ ബാൻഡിൽ അങ്ങ് ഒതുക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ പോയി നമ്മുടെ സാധനങ്ങൾ ബില്ല് ചെയ്ത് നമ്മളങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടായിരുന്നതുകൊണ്ട് പുറത്തുനിന്നൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അമ്മൂസ് പറഞ്ഞു ഭയങ്കരമായിട്ട് ദാഹിക്കുന്ന അമ്മ, എന്നാൽ ശരി. ഇപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എന്തെങ്കിലും കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കാനൊരു ജ്യൂസ് കടയിൽ കയറി. എപ്പോഴും ഇങ്ങനെ കേട്ടോ, കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മു ഞാനും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സാധനം ആദ്യം വരും, അമ്മൂസിൻ്റെ സാധനം ഏറ്റവും ലാസ്റ്റേ വരുള്ളൂ. അതും പറഞ്ഞ് അമ്മൂനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമ്മു ഇങ്ങനെ അവിടുത്തെ കടക്കാരനും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, ചേട്ടാ എൻ്റെ സാധനം ആദ്യം തരണ്ടേ എന്നും പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോന്നു. പിന്നെ ഈ കാണുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇത് നമ്മുടെ കാട്ടിൻ്റെ അകത്ത് ഒരു BSNL ഓഫീസാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഓഫീസ് കണ്ടുപിടിക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു ഞാൻ. വഴി അങ്ങോട്ട് മാറും ഗൂഗിൾ മാപ്പ് ഇടും, പിന്നെയും ആ വഴി പോവും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഫൈനലി ഞാനിത് കണ്ടുപിടിച്ചു. മെയിനായിട്ട് നമ്മളിവിടെ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിമ്മ് 3G മോഡിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അത് മാറ്റി ഒന്ന് 4G ആക്കണമായിരുന്നു, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അവിടുന്ന് ഇറങ്ങി നമ്മൾ പോണ ദിവസത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാമുക്കുട്ടനെ ഇപ്പം നമ്മൾ കുറേ നാൾ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അവനെ കൂടെ കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ തൽക്കാലം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അവനെ കൊടുക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക് നോക്കാൻ വേണ്ടി. അപ്പോൾ അവന് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങളൊരു കിറ്റിലേക്ക് പാക്ക് ചെയ്യുകയാണ്. ആൻഡ് അവനെ കൊണ്ടു വിടാറായി. പപ്പയല്ലേ നന്നലിൻ്റെ ഞങ്ങളുടെ കുട്ടനല്ലേ, നന്നൻ്റെ കുട്ടനല്ലേ,
എൻ്റെ അവിടെ ഒരു വിഷമം പോലെ എന്താ ഒരു വിഷമം പോലെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം അവനെയൊക്കെ കൊഞ്ചിച്ച് അവനെ കൊണ്ടുവിട്ട് പിന്നെ മെയിൻ കാര്യം പാക്കിങ്ങിലേക്ക് കടന്നു കേട്ടോ. തലേ ദിവസമാണ് പാക്ക് ചെയ്യണേ. എല്ലാ സാധനങ്ങളും മേടിച്ച് ദേ ഇതുപോലെ കൂട്ടി കൂട്ടി വച്ചേക്കുമായിരുന്നു. പക്ഷേ പാക്കിങ് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം പിന്നെ മെയിനായിട്ട് പാക്കിങ്ങിലേക്ക് കയറി. നമ്മൾ ദേ ഈ കാണുന്ന ഒരു ഡഫിൾ ബാഗ് പോലത്തെ ഒരു ബാഗും പിന്നെ ഒരു വലിയ ബാക്ക് പാക്കും ഇതാണ് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എൻ്റെ സാധനങ്ങളും മറ്റേ വലിയ ബാക്ക് പാക്ക് പോലത്തെ ബാഗിൻ്റെ അകത്ത് അമ്മൂസിൻ്റെയും വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ പിന്നെ തോന്നി ഇങ്ങനെ നമ്മൾ തേച്ച് വെച്ചതൊക്കെ ചുളുങ്ങാണ്ടിരിക്കണമെങ്കിൽ ഇതുപോലത്തെ ബാഗിൽ വെക്കണമാണല്ലോ നല്ലത്. പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. തേച്ച് വെച്ചതെല്ലാം ഇതിലേക്കും വെച്ചു. ബാക്കിയുള്ളതൊക്കെ കൂടെ നമ്മുടെ വലിയ ബാക്ക് പാക്കിലേക്കും വെച്ചു. അങ്ങനെ നമ്മൾ ബാഗ് സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഉണ്ടായിരുന്നത് കുറച്ച് സ്കിൻ കെയറും മേക്കപ്പ് സാധനങ്ങളും ഒക്കെ സെറ്റാക്കാനായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കിറ്റിൽ നിന്ന് ആവശ്യമുള്ള സ്കിൻ കെയറൊക്കെ അമ്മൂസ് എനിക്ക് കൊണ്ടു തന്നു. പിന്നെ പറ്റുന്നതൊക്കെ ചെറിയ ചെറിയ കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റുന്നതൊക്കെ ഞാൻ അങ്ങനെ മാറ്റി. അങ്ങനെ പറ്റാത്തതൊക്കെ പിന്നെ അങ്ങനെ തന്നെ വെച്ചു. അല്ലാണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനത്തെ കുട്ടി സൈസ് ബോട്ടിലുകൾ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് അത് മറന്നുപോയി ഈ തിരക്കിൻ്റെ ഇടയിൽ. പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് പറ്റുന്നതൊക്കെ നമ്മൾ അങ്ങനെ ഒതുക്കി. കുറച്ച് വാഷ് ബാഗ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാഷ് ബാഗിലേക്ക് സ്കിൻ കെയറും മേക്കപ്പ് പ്രൊഡക്ട്സും എല്ലാം ആവശ്യമുള്ളതൊക്കെ മാറ്റി മാറ്റി വെച്ചു. പിന്നെ മെയിനായിട്ടുണ്ടായിരുന്നത് ജ്വല്ലറി എടുക്കാനായിരുന്നു. അപ്പം നമ്മൾ പോകുന്നത് അങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് കുറച്ച് നല്ല ഭംഗിയുള്ള കമ്മലും മാലയൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഞാനും അമ്മൂസും കൂടി ഇരുന്ന് സോർട്ടാക്കി ഫൈനലി നമ്മുടെ ബാഗ് പാക്കിംഗ് തീർന്നു. ദേ ഈ കാണുന്ന ഇത്രയും ബാഗ്സാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ നാളെ ട്രിപ്പിന് പോകാനായിട്ട് നമ്മൾ ഓൾ സെറ്റ്. ഇനി നമുക്ക് വഴിയെ ഓരോ ട്രിപ്പിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബൈ.